പീച്ചിയിലേക്കാണ് വന്നിരിക്കുന്നത്. പീച്ചി ഡാം. ജഗ്ഗു ആ കുട വാങ്ങിച്ച് കൈ പിടിക്കണതായിരിക്കും അമ്മയുടെ ആരോഗ്യത്തിന് നല്ലത്. പീച്ചി ഡാം. അതെ, അപ്പൊ പീച്ചി ഡാമിനെ കുറിച്ച് പറയും. ശേഖരേട്ടന്റെ കട പിന്നെ പറയാം. കാശുകാർ ടീമിലാണ് കൂടുതൽ ഭംഗിയിൽ വെട്ടി നിർത്തുക. സാധാരണക്കാര് വെക്കുന്നത് കോഴിവാലൻ. കല്ലിന്റെ തരി പോലും ഇങ്ങനെ ഗ്യാപ്പ് വരാത്ത രീതിയിലാണ് ഈ എർത്ത് ഡാം ഉണ്ടാക്കുന്നത്. ഇങ്ങനെ വെള്ളത്തിൽ നിന്നിട്ട് പാട്ട് പാടുന്നത് കണ്ടില്ലേ? ചെറിയ കുട്ടികൾ ഇങ്ങനത്തെ ആദ്യമായിട്ട് കാണുന്ന ഒരു കൗതുകത്തോടെ തന്നെയാണ് ഞാനിതിനെ ഇപ്പം കാണുന്നത്. പുഴയിലും വെള്ളം പൊങ്ങി എല്ലായിടത്തും വെള്ളപ്പൊക്കായി. പിന്നെ എങ്ങനെ ഡാം വെള്ളപ്പൊക്കം തടയുന്നു? നമ്മളിപ്പോഴും ബീച്ചിൽ തന്നെ കിടന്ന് വട്ടം കറങ്ങണം. എന്തൊരു സുഖം. ബീച്ചിൽ നോട്ടെ നേരിട്ട്. ഇതാണ് നക്ഷത്ര ബംഗ്ലാവ്. ഇല്ലേ അവിടെ കുഞ്ഞിൽ കഴിക്കാൻ ടൈമിൽ കയറി പോയിട്ടുണ്ട്. ബോധല്ലേ? അപ്പൊ നമുക്ക് ബോധമില്ല ജഗ്ഗു. അതുകൊണ്ടാണോ നമ്മളിപ്പോ കയറണേ? നല്ല രസമുണ്ട്. അങ്ങോട്ട് പോവാൻ തോന്നിട്ട് എന്നെ മാടി മാടി വിളിക്കുന്ന പോലെ തോന്നി എനിക്ക് കാട്. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ മനസ്സിനുള്ളിൽ മാരിക്കാവടി ചിന്തും ചിന്തും എന്ന പാട്ടായിരിക്കും ഇപ്പൊ ഞങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ ചുണ്ടിൽ വന്നിട്ടുണ്ടാവാം. ഞങ്ങൾ 3 പേരും മഞ്ഞകളാണ്. ഞങ്ങൾ വന്നിരിക്കുന്നത് ആളുകൾ യാത്രാ വീഡിയോ ചെയ്യണമെന്ന് പറയാറുണ്ട്. വീഡിയോസ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് കുറെ കമന്റ്സ് വരുന്നുണ്ട്. അടുപ്പിന്റെ ചുറ്റും കിടന്ന് എല്ലാ ആളുകളും ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിലേ അകലങ്ങളിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ ഈ പീച്ചിയിലേക്ക് ഇവിടെ തൊട്ടടുത്തേക്ക് വരുന്നത് അല്ല. ആദ്യം തൊട്ടടുത്ത് നമുക്ക് തുടങ്ങാം. പീച്ചിയിലേക്കാണ് വന്നിരിക്കുന്നത്. പീച്ചി ഡാം. ഞങ്ങളുടെ പണ്ടത്തെ ഓർമ്മകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ടൂർ പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീച്ചി മലമ്പുഴയാണ് പോവുക. തൃശ്ശൂർകാർ മെയിനായിട്ട് പോകുന്ന പീച്ചിയിൽ വന്നിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കും ഇവിടുത്തെ ഡാം കണ്ടിട്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെയായിട്ട് പോയിട്ട് മലമ്പുഴയ്ക്കാണ്ട് പോകും. ജഗ്ഗു ആ കുട വാങ്ങിച്ച് കൈ പിടിക്കണതായിരിക്കും അമ്മയുടെ ആരോഗ്യത്തിന് നല്ലത്. അങ്ങനെയാണ് പീച്ചി ഡാമിന്റെ അവിടേക്ക് വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തു. 20 രൂപയാണ് അവിടെ പാർക്കിങ്. ഇവിടെ ഒരു പ്രത്യേകതയുള്ള ഒരു ഹോട്ടലുണ്ട്. കഴിഞ്ഞ ഒരു കൊല്ലം മുമ്പാണ് പീച്ചി ഡാം കാണല്ലോ നല്ല ഉദ്ദേശം. അല്ല ആനനെ വാങ്ങിക്കാൻ നടക്കില്ലേ? അതുപോലെ പെരുമ്പാവൂരുണ്ട് ഒരു ഹോട്ടല്. അവിടേക്കാണ് നമ്മൾ പോണത്. ആനനെ വാങ്ങിക്കാൻ പോണട്ടാ. മാമുക്കോയും ജഗദീഷും ഇന്നസെന്റും കൂടി ആനനെ വാങ്ങിക്കാൻ പോവാണ്. അപ്പൊ പെരുമ്പാവൂർ വശിയെ പോവാണ്. അവിടെ ഒരു മനയിലാണ്ട് ആനയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആനനെ വാങ്ങിക്കാൻ പോകുമ്പോ ഇവർക്ക് ഈ ജഗദീഷിനും മാമുക്കോയും ഫുഡ് മാത്രമല്ലോ. അത് ആൾക്കാർക്ക് സിനിമ കണ്ടിട്ടുണ്ടാവും. ആ സിനിമ കാണാത്തവരുണ്ടാവൂ. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടുപോകൂ, യൂട്യൂബിലുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു കൊല്ലം മുമ്പ് മൃണാള് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന് മുന്നേ ഇവിടെ ശേഖരേട്ടന്റെ കട എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്. ഇപ്പൊ അതിരപ്പള്ളിയിലത്തെ വാസുവേട്ടന്റെ കട അവിടെ ഈ ടിക്കറ്റ് വാങ്ങിക്കുന്ന സ്ഥലം അവിടെ ബസ്സുകളൊക്കെ പാർക്കുന്ന സ്ഥലം. അപ്പൊ ഇവിടെ ശേഖരേട്ടന്റെ കട എന്ന് പറഞ്ഞിട്ടൊരു കട. അത് നമുക്ക് ഇനി അങ്ങോട്ട് പോവാ. ആദ്യം നമുക്ക് പീച്ചി ഡാം. അതെ, അപ്പൊ പീച്ചി ഡാമിനെ കുറിച്ച് പറയാം. ശേഖരേട്ടന്റെ കട പിന്നെ പറയാം. അത് ശരി. ജഗ്ഗു പറയാ പീച്ചി ഡാം എത്തിയിട്ട് എന്താ സൗണ്ട് കേൾക്കാത്തന്ന് വെള്ളത്തിന്റെ. ഡാമൊക്കെ തുറന്നിട്ടിട്ട് നീ അപ്പൊ വണ്ടിയിൽ ഉറങ്ങിയില്ലേ? അതിരപ്പള്ളിക്ക് വന്നു വിചാരിച്ചു. അപ്പൊ പീച്ചി ഡാം അന്ന് ചെറുപ്പകാലത്ത് ഇങ്ങോട്ട് സൈക്കിൾ ചവിട്ടി വരും. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടെന്നുകൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ വാദിച്ച് സൈക്കിൾ ചവിട്ടി വരും. അന്ന് വണ്ടികളൊന്നും ഇല്ല. ചേട്ടൻ മരത്തിന്റെ തൈകൾ വെച്ചിട്ടുണ്ട് പണ്ട്. ആ മരങ്ങളൊക്കെ ഇപ്പൊ എന്തായാവോ? ഞങ്ങള് കുഞ്ഞു കുട്ടികളായിരിക്കുന്ന ടൈമില് ഞങ്ങള് 1982 ആ സമയത്തൊക്കെ വന്നിട്ട് വനവൽക്കരണം നടത്താന്ന് പറയും. നല്ല കാര്യങ്ങളായിരുന്നു അതൊക്കെ. ചെറിയ കുട്ടികളെ പഠിപ്പിക്കുക. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് 10-40 പിള്ളേർ. അങ്ങനത്തെ സ്കീമുകളൊന്നും ഇല്ലേ? പിന്നില്ല. പിന്നല്ല മരങ്ങള് 4 ടിക്കറ്റ് എടുക്കും. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 20 രൂപയാണ് കേട്ടോ. അപ്പൊ നമ്മള് 5 വയസ്സ് തൊട്ട് 11 വയസ്സ് വരെ 10 രൂപ ഒരാൾക്ക്. ബോർഡ് കണ്ട. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 വരെയാണ് ഇവിടെ കിടക്കാൻ പാടുള്ളൂ. ഞങ്ങൾ കുഞ്ഞുകിടാങ്ങളായിട്ട് വരുന്ന ടൈമിൽ കുഞ്ഞുകിടാങ്ങളായിട്ട് വരുമ്പോൾ സൈക്കിൾ മേലല്ല വന്നിടന്നേ. ഒരു ബസ്സിൽ വന്നിട്ടുണ്ട്. അതേ ഇവിടെ നിന്ന് വന്നതെന്ന് എനിക്ക് ഓർമ്മയൊന്നുമില്ല. അപ്പോൾ ഈ സാധനങ്ങൾ കാണുമ്പോൾ അത്ഭുതമായ കാഴ്ചകളാണ്. ഇത് അന്നും ഇന്നും ഉണ്ട്. ആമകള് ഈ ബുഷ് വെട്ടി നിർത്താൻ വീടുകളുടെ സൈഡുകളിൽ ബുഷ് വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര. അങ്ങനെ കാശുകാർ ടീമിലാണ് കൂടുതൽ ഭംഗിയിൽ വെട്ടി നിർത്തുക. സാധാരണക്കാർ വെക്കുന്നത് കോഴിവാലനൊക്കെ അറിയില്ലേ?
ഓരോ രൂപങ്ങള്. ആ കേട്ടാ, ഇത് കിളികളല്ല കിളി. ഞാൻ വന്നിട്ടുള്ളത് എപ്പോഴാണെന്നറിയോ? 8-ലും 9-ലും അങ്ങോട്ട് പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് വന്നിട്ടുള്ളത്. അതെ. ആ അത് അന്ന് സോഷ്യലില് ഡാമുകളെ കുറിച്ച് പഠിക്കാണ്ടായിരുന്നു. അപ്പൊ ഡാമുകളുടെ ഉപയോഗങ്ങൾ, ഡാമുകൾ വെള്ളപ്പൊക്കം തടയുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ നദിക്ക് കുറുകെയാണ് ഡാം കേട്ടാ. അപ്പം നദിയിൽ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ ഡാം ഇങ്ങനെ കെട്ടുമ്പോൾ ഈ വെള്ളം പൊങ്ങില്ലേ, അപ്പം വെള്ളപ്പൊക്കം ഉണ്ടാവല്ലേ ചെയ്യാ. പിന്നെ എങ്ങനെയാണ് ഡാം വെള്ളപ്പൊക്കം തടയുന്നത്? അപ്പം എനിക്കത് എന്തായാലും എങ്ങനെയായാലും എനിക്ക് മനസ്സിലാവില്ലേ. അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു, അച്ഛൻ കുറേ എന്തൊക്കെയോ പറഞ്ഞു. എനിക്ക് എന്ത് ചെയ്തിട്ട് മനസ്സിലാവില്ലേ. അപ്പം അച്ഛൻ പറയും ഈ ഞായറാഴ്ച, ആ സമയത്ത് അച്ഛൻ മറ്റേ വർഷാപ്പ് പണിക്ക് പോണ സമയം, അപ്പം ഞായറാഴ്ച ഒഴിവുള്ളൂ, ഈ ഞായറാഴ്ച നമുക്ക് പീച്ച് ഡാമിലേക്ക് പോകാം, നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് വന്നത്. എന്നിട്ട് ഈ ഡാം കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലാവണില്ല അപ്പോഴും. അച്ഛൻ അപ്പോഴും പറയണ്ട ഡാം കെട്ടി അപ്പൊ ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും എനിക്കൊന്നും മനസ്സിലാവണില്ല. വെള്ളം ഇങ്ങനെ ആവശ്യത്തിന് തുറന്നു വിടാൻ വേണ്ടി കൃഷിക്കും ജലസേചനത്തിനും, കൃഷിക്ക് ഉപയോഗിക്കുന്ന ജലസേചനത്തിന്, കുടിവെള്ള വിതരണം, മറ്റേത് മറിച്ച് അങ്ങനെ കുറേ ഉണ്ട്. അതിന്റെ ഒപ്പമുള്ളതാണ് വെള്ളപ്പൊക്കം തടയുന്നു. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. വെള്ളം പൊങ്ങല്ലേ ചെയ്യാ. അങ്ങനെ ശരിയാണ്. ആദ്യമായിട്ടൊരു ഡാം കെട്ടുമ്പോ കൊറേ പ്രദേശങ്ങളൊക്കെ വെള്ളത്തിന്റെ അടിയിലാവുമല്ലോ, മുങ്ങിപ്പോലോ. അതാണ് നമ്മുടെ ഞങ്ങള് ചിമ്മി ഡാം പണിയുന്ന ടൈമിലേ ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ ഡാം പണിയാനായിട്ട് ഇങ്ങനെ 2 ഡാമാണ്, എർത്ത് ഡാമുണ്ട്, മണ്ണിങ്ങണ്ട്. അതൊരു വലിയ ഇന്നത്തെ പോലത്തെ ടിപ്പർ ലോറി, വണ്ട ചക്രങ്ങളായിട്ടുള്ള ലോറികളിൽ മണ്ണ് കൊണ്ട് തൂളിപ്പിക്കുന്നത്. അതിങ്ങനെ തൂളിപ്പിച്ച് തൂളിപ്പിച്ച് എന്നിട്ട് അതിന്റെ മോളിയോടെ കല്ലിഞ്ചിനെ ഓടിപ്പിക്കും, പിന്നെ തൂളിപ്പിക്കും. അങ്ങനെ തൂളിപ്പിച്ച് ഒരു ചെറിയൊരു കല്ലിന്റെ തരി പോലും ഇങ്ങനെ ഗ്യാപ്പ് വരാത്ത രീതിയിലാണ് ഈ എർത്ത് ഡാം ഉണ്ടാക്കുന്നത്. അപ്പൊ ആ സമയത്ത് അവിടെ വെള്ളമില്ല, നദിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡാം പണി കഴിഞ്ഞപ്പോൾ ഈ കുറേ ഏരിയ കാടുകളൊക്കെ വെള്ളത്തിൽ മുങ്ങി. അത് കഴിഞ്ഞിട്ട് കുറേ കഴിയുമ്പോൾ വെള്ളം പറ്റില്ലേ, വേനൽക്കാലത്ത് വെള്ളം പറ്റുമ്പോൾ അത് ഈ അതിൻ്റെ ഈ മരക്കുറ്റികൾ ഇതൊക്കെ ഇങ്ങനെ പൊന്തിക്കണാണ്, ഇത് മുങ്ങിപ്പോയിട്ടുള്ള സാധനങ്ങൾ. അത് ഇവിടെയും കാണാം, തേക്കടിയിൽ കാണാം കുറേ ഇങ്ങനെ. അതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പോൾ ഷാരൂഖ് ഖാനും മറ്റു നിന്നിട്ട് പ്രീതി സിൻഡി നിന്നിട്ട് ഇങ്ങനെ വെള്ളത്തിൽ നിന്നിട്ട് പാട്ട് പാടുന്നത് കണ്ടിട്ടില്ലേ? അതെ, ബീച്ച് ഡാമിന്റെ ഒരു ബോർഡ് കാണാട്ടത്. ഡാമിന്റെ അവിടുന്ന് അപ്പുറത്തേക്ക് പോകാനുള്ള വഴി ഇത് അടച്ചിട്ടുക, അല്ലത് ഗസ്റ്റ് ഹൗസിലേക്കുള്ള വഴിയാണ്. വെറുതെ അറിയാണ്ട് ഓരോന്ന് പറയല്ലേ, നിയമപരമായ മുന്നറിയിപ്പ് ഇതൊക്കെ ആണെങ്കിൽ പറഞ്ഞോ. ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ മാലിന്യം വലിച്ചെറിഞ്ഞാൽ 5000 രൂപ പിഴ ഈടാക്കുന്നു, മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഡാമും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. അപ്പോൾ നമുക്ക് ഡാമിന്റെ മുകളിലേക്ക് കിടക്കാം. ആരെ പറഞ്ഞു ഇവിടെ വെള്ളം കണ്ടമാനായിന്ന്? ആരെ പറഞ്ഞേ? ഡാം ടോപ്പ് കണ്ട, എല്ലാ ഡാമുകളും നിറഞ്ഞു എന്ന് പറഞ്ഞത് പ്രേമേട്ടെ. അല്ല, ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിപ്പോ നിർത്തി വെച്ചിരിക്കാൻ ഉണ്ടാവോ എന്നറിയില്ല കേട്ടാ. തോട്ടിയല്ല കോട. ഇതേ കണ്ട, മിനിമം MWL എന്ന് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ വന്നപ്പോഴേ നമുക്ക് അന്ന് ഞങ്ങള് 2-ലും 3-ലും പഠിക്കുമ്പോഴാണ് വന്നിട്ടുള്ളത് പീച്ചിലേക്ക്. അപ്പൊ MWL എന്ന് അവിടെ വണ്ടനായിട്ട് എഴുതി കൊണ്ടത്. ഇതെന്തുട്ടാന്ന് ആർക്കറിയില്ല, കാരണം ഇംഗ്ലീഷും ഇതൊന്നും അറിയില്ല ആർക്കും. എന്നുള്ള വാക്കോ ബി എന്നുള്ള വാക്കൊന്നും അറിയില്ല, ഒന്നും അറിയില്ല. പിന്നെ കുറെ നാൾ കഴിഞ്ഞ് വന്നപ്പോഴാണ് മിനിമം വാട്ടർ ലെവലാന്ന് അത് അവിടെ. അല്ല, മാക്സിമം വാട്ടർ ലെവല്, മിനിമം അല്ല, മാക്സിമം വാട്ടർ ലെവല്. അങ്ങനത്തെ ഭയങ്കര താഴ്ചയുണ്ട് ഇവിടെ. അയ്യോ പേടിയവാ എനിക്ക്, കയ്യും കാലും വരക്കണേ. കിടക്കാം, ഞങ്ങള് കുറച്ച് നേരം ഇവിടെ നിൽക്കും, ഞങ്ങക്ക് കയ്യും കാലൊന്നും വറക്കില്ലേ. അങ്ങനെ നിൽക്കാം. താഴത്തേക്ക് നോക്കി അങ്ങനെ കണ്ട പൂന്തോട്ടം. ഇപ്പോഴും ചെറിയ കുട്ടികൾ ഇങ്ങനത്തെ ആദ്യമായിട്ട് കാണുന്ന ഒരു കൗതുകത്തോടെ തന്നെയാണ് ഞാനിതിനെ ഇപ്പം കാണുന്നത്. പ്രളയത്തിൻ്റെ ടൈമിലാണ് ഇത് കണ്ടമാൻ ഷട്ടർ ഓരോ ഇത്ര ഇഞ്ച് ഉയർത്തല്ലേ, ഏറ്റവും കൂടുതൽ ഹൈറ്റിൽ ഉയർത്തിയുള്ള പ്രളയത്തിന്റെ ടൈമിലാണ്. അപ്പൊ എന്നിട്ട് എല്ലാ പുഴയിലും വെള്ളം പൊങ്ങി, എല്ലായിടത്തും വെള്ളപ്പൊക്കമായി. പിന്നെ എങ്ങനെ ഡാം വെള്ളപ്പൊക്കം തടയുന്നു? എനിക്ക് അതാണ് ഇപ്പൊ മനസ്സിലാവാത്തത്. അതന്നെ, അതിന് വിപരീതമായിട്ട് നമ്മൾ പണ്ട് കാലത്ത് പഠിപ്പിച്ചിട്ടുള്ളത് ഇതാണ് അല്ലേ. വെള്ളപ്പൊക്കം ഉണ്ടായി. അപ്പൊ ഞങ്ങള് ചെറുപ്പത്തിൽ ഞാൻ പറഞ്ഞില്ലേ, കാട്ടിയോടെ വന്നിട്ട് ഈ റിസർവോയർ ഇങ്ങനെ വറ്റി കിടക്കായിരുന്നു കുറെ ഈ വേനൽക്കാലത്ത്. ഞങ്ങൾ കുട്ടികളൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇതിൻ്റെ കൂടെ ആ റിസർവോയറിൻ്റെ അതിലേക്ക് അങ്ങ് നടത്തുമ്പോൾ അന്ന് നിയന്ത്രണങ്ങളില്ല. ഈ ഡാമിൻ്റെ ഈ കാട്ടിലേക്കൊക്കെ പോകാനായിട്ട് ഒരു നിയന്ത്രണമില്ല. കുഞ്ഞിതായിരിക്കണം 1982, 83, 83 ഞാൻ ജനിച്ച സമയം
ആ സമയങ്ങളിലൊന്നും നമുക്ക് ഈ കാട്ടിക്കോടെ ഇതൊന്നും പോലെ ഒരു കുഴപ്പമില്ല. അല്ല ചേട്ടൻ പോയില്ലോ? പോയിട്ടുണ്ടെന്ന് അന്ന് പോവാന്ന്. അതല്ലാന്ന് ഇപ്പൊ ഇന്നാള് പോയില്ലേ ഫോറസ്റ്റ് മറ്റേ അത് ഇവര് നടത്തുന്ന പരിപാടിയാണ്. അന്ന് അങ്ങനെയില്ല, സാധാരണ എല്ലാവരും പരിപാടിയിട്ട് വന്നത്. അന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സാധാരണക്കാർക്കും ഈ കാട്ടിക്കൂടെ പോവാം, ഒരു കുഴപ്പമില്ല. സാധാരണക്കാർക്ക് എല്ലാവർക്കും പോവാം, ഒരു തടസ്സം നടന്നില്ല. ഇപ്പൊ ആകെ സ്ട്രിക്റ്റ് ആയി. അയ്യോ പേടിയവാ. ഇങ്ങോട്ട് നോക്കിയാൽ ചിലപ്പോ ചേട്ടന് പേടിയാവും. ഞാൻ നോക്കണില്ല, കണ്ടാ അതിലാണ് വെള്ളം പോവാ. എവിടെ വെള്ളം വീണ സൗണ്ട് കേൾക്കണേ? അത് ലീക്ക് ഉണ്ടാവും, ചെറിയ ചെറിയ ലീക്കുകൾ ഉണ്ടാവും. എന്റെ പേടിയാവാ? എനിക്ക് നോക്കാൻ പറ്റില്ല. പാവം. നമുക്ക് നക്ഷത്ര ബംഗ്ലാവിന്റെ അവിടേക്ക് പോവാ. പോയിട്ട് അതായത് ഡാമിന്റെ അറ്റത്ത് നക്ഷത്ര ബംഗ്ലാവുണ്ട്, അവിടേക്കാണ് പോണത്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇപ്പോഴും ആദ്യമായിട്ട് കാണുന്ന കൗതുക പോലെ തന്നെയാണ് എനിക്കിപ്പോഴും. അതിലൊരു മാറ്റമില്ല. നല്ല രസമുണ്ട്, നല്ല ഇളം കാറ്റ്, മഴയില്ല, കുട നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നാലും ആദ്യം ഇങ്ങനെ ഒരു ചോദിച്ചിട്ടാണ് നമ്മൾ ഡാമുകളുടെ സ്കൂളിൽ പഠിക്കുമ്പോൾ സരിത ഡാമുകളുടെ പടങ്ങൾ കാണിക്കുന്നുണ്ടാവും. നെയ്യാർ ഡാമിന് ഇത് ഇങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. ചേട്ടാ ചിമ്മിണി ഇതന്നെ കാണിച്ചു തരാണ്ട് ചിമ്മിണി ഡാം അങ്ങനത്തെ വേറെ വേറെ ഡാമുകൾ കൊണ്ടേ കാണിച്ചതാ ഞങ്ങളെ. പൂമല ഡാം കാണിച്ചെന്നില്ലേ എന്ന്? നമ്മുടെ ടൂറിന്റെ വലിയ കാര്യം. സാധാരണ എല്ലാവരും അമേരിക്കയിലും അന്റാർട്ടിക്കയിലൊക്കെ അറ്റത്തെത്തി, നമ്മളിപ്പോഴും ബീച്ചിൽ തന്നെ കിടന്ന് വട്ടം കറങ്ങണം. ഇത് കാണ്, ബീച്ച്, മലമ്പുഴ, അങ്ങനെയാണ് നമ്മുടെ കാര്യം. ആൾക്കാരൊക്കെ നോക്കി ചിരിക്കുന്നുണ്ട്, നമ്മളറിയണവരാവൂ. വർത്താനം കേട്ടിട്ട് ചിരിക്കണാവോ. ഇവിടെ രസം തന്നെ കേട്ടോ, നല്ല കാറ്റും കാര്യങ്ങളും തന്നെയാണ്, നല്ല ഭംഗിയുണ്ട്. വെയിലിന് ചൂടില്ല, നമുക്ക് താഴത്തേക്ക് ഇറക്കാം. അത് എത്താറുണ്ട്, നല്ല മഴ പെയ്യുമ്പോ അവിടെ വരയ്ക്ക് വെള്ളം എത്തുമ്പോഴാണ് ഷട്ടർ തുറക്കുക. ഈ ഷട്ടറിന്റെ അവിടേക്ക് എത്തിയിട്ടുണ്ടാവും. അതെത്തുമ്പോ തുറക്കൂടാ, വെള്ളം വെള്ളം ഞാൻ ആ ലെവലില്ലേ MWL ഇല്ലേ, അതിന്റെ ആ ഉയരത്തേക്ക് എത്തുമ്പോ വെള്ളം ഇവിടെ ഷട്ടർ തുറക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത. അതെന്താന്നറിയോ, ഈ വെള്ളം ഇത്രയാവുമ്പോഴത്തേക്ക് ആവണ സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയായിരിക്കും. ആ മഴയത്ത് ഇതിപ്പോ തുറക്കുമ്പോ പോണ ചാലുണ്ടല്ലോ, ആ നദി, ആ പുഴ, അത് ചെന്ന് ചേരണ പുഴകളുണ്ടായാലും മറ്റേ പുത്തൂര് പുഴയും അങ്ങനെയുള്ള അതിലൊക്കെ നിറയെ വെള്ളമായിരിക്കും. മഴ പെയ്തിട്ടുള്ള വെള്ളം ഓൾറെഡി ഉണ്ടാവും. ചെല്ലണതേ അപ്പോ ഭയങ്കരമായിട്ട് വീടുകളിൽ വെള്ളം കയറുന്ന പ്രശ്നമൊക്കെ വരും. തണുത്ത കാറ്റില് എന്തൊരു സുഖം. നിനക്ക് ചെയ്യാൻ നോട്ടതായിട്ട് നല്ല രസം. ഇവിടെ ശാന്തത. അതാരാന്ന് ചോദിക്കണ്ടോ എല്ലാവരും. ശാന്തമായി വെള്ളം കുടിക്കണ ഫാൻ ഇവിടെ ലഭിക്കും. ഇതാണ്ട നമ്മൾ നോക്കിയാൽ കൈ ചൂണ്ടുമ്പോ നക്ഷത്ര ബംഗ്ലാവ് വേണ്ട, ഇതാണ് നക്ഷത്ര ബംഗ്ലാവ്. അത് പറയുമ്പോ ഇല്ലേ ബ്ലങ്കാവ് എന്ന് പറഞ്ഞില്ല ചേട്ടാ, നക്ഷത്ര ബംഗ്ലാവ് എന്ന് പറഞ്ഞ ഊഞ്ഞാല്, നമ്മൾ അന്നാടിയ ഊഞ്ഞാല്. ഇതോടിയോ ചേട്ടാ ഞായിരുന്ന ആളുകൾക്ക് ഇരിക്കാനുള്ളതാണ്. അല്ല ചെറിയ കുട്ടികൾക്കുള്ളതാണെങ്കിലോ? ചെറിയ കുട്ടികൾ 10-60 കിലോ തൂക്കമുള്ള കുട്ടികളാണെങ്കിലോ രണ്ടുപേര് ഇരിക്കണ്ടെന്ന് മാത്രം. ഞാൻ നോട്ടെ ഒന്ന് ആടിക്കോട്ടെ. എന്തായാലും നമ്മുടെ വീട്ടിൽ ഊഞ്ഞാലുകളുള്ള തന്നെയാണ്. പക്ഷെ ഇതും ചേട്ടാ ഇതോടിയോ? ഇല്ലേ, എവിടെയൊന്നും ഇല്ലേ. അയ്യോ, ഇതും എനിക്ക് ഊഞ്ഞാലാടാൻ പേടിയില്ല. ഇല്ലേ, നല്ല രസമുണ്ട് കേട്ടാ ഊഞ്ഞാല്. ഇതെന്തിട്ടാണാവോ പൈപ്പുകള്? രാജേഷിനെ ചോദിക്കായിരുന്നു. രാജേഷ് ഇന്ന് ലീവാ. നമ്മുടെ രാജേഷിന് ഇവിടെയാണ് കേട്ടോ ജോലി. അപ്പം നമ്മൾ അവിടെ കുറച്ചേരം ഇരുന്നിട്ട് പിന്നെ നമ്മൾ നക്ഷത്ര ബംഗ്ലാവിൻ്റെ അവിടേക്ക് പോകണം കേട്ടാ. ഇത് എന്തുകൊണ്ട് അതിന് നക്ഷത്ര ബംഗ്ലാവ് പേര് വന്നേ? അതിന്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നക്ഷത്രങ്ങൾ നോക്കി കാണുമായിരിക്കും. അതിപ്പോ ഇവിടെ നിന്നാലും നക്ഷത്രങ്ങൾ കാണാലോ. അല്ല, അതിന്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ എല്ലാം കൂടി ഏറ്റവും ഹൈറ്റ് കൂടിയ സ്ഥലമാണ് അത്. കുറച്ചും കൂടി അടുത്തുനിന്ന്. അയ്യോ, ചേട്ടന്റെ ബുദ്ധിയൊക്കെ എവിടെയാണ് ചേട്ടൻ കൊണ്ട് എടുത്തത്? ഇവിടെ ഫുഡ് കിട്ടുന്ന സ്ഥലമാണ് കേട്ടാ. ജ്യൂസ്, തേങ്ങ, മാങ്ങ എല്ലാ സാധനങ്ങളും കിട്ടും. അപ്പൊ മുകളിലേക്ക് കയറണം. അതിന്റെ മുകളിൽ കയറാനായിട്ട് എനിക്ക് പറ്റില്ല കേട്ടാ, തുമ്പത്തേക്ക് കയറാൻ പറ്റും. കഴിഞ്ഞ വട്ടം നമ്മൾ വന്നപ്പോ മുകളിൽ കയറിയിട്ടില്ല, ഏറ്റവും മുകളിൽ നിങ്ങൾ കയറി, ഞാൻ കയറിയില്ല. എനിക്ക് പേടിയിട്ടേ. ഇങ്ങനെയൊന്നും കയറാൻ പേടിയില്ല. ഇറങ്ങാനോ? അല്ല, ഇതിറങ്ങാൻ കുഴപ്പമില്ല. കാരണം ഈ തട്ടായിട്ടില്ല, ഇത്രയും ഗ്യാപ്പ് ഉണ്ടല്ലോ. കണ്ടപ്പെടുന്നത് അതിന് മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഡാം ശരിക്കും കാണാം. അതുകൊണ്ടാണ് പറയുന്നത്. പണ്ട് സ്കൂളിലേക്ക് നടന്നു പോകുമ്പോഴേ
നമ്മൾ ഇങ്ങനത്തെ ഈ സാധനമൊക്കെ പറിച്ചിട്ട് ആ ചീലി ഓ ആ രാജാവിന്റെ തല കളഞ്ഞു. ഞങ്ങളുടെ കാട്ടതില്ല. പിന്നെ കാക്ക പൂച്ച കളിക്കലുണ്ട്. അതുണ്ട്, കാക്ക പൂച്ച പണ്ട് തൊട്ടിട്ടുണ്ട്. ആ ചെടി ഇപ്പൊ കാണാനില്ലല്ലോ കാക്ക പൂച്ച അല്ലേ? കാക്ക പൂച്ചയൊക്കെ പോയി. അയ്യോ എന്നിട്ട് താഴെ നോക്കി ഡാം അകലെ കാണാം. ഈ ഇതിന്റെ മോളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ കാണാൻ പറ്റാം. ചുമരിൽ പരസ്യങ്ങൾ എഴുതുന്നതും പതിക്കുന്നതും നിരോധിച്ചിരിക്കുന്നു കേട്ടോ. ഇവിടേക്ക് ഗ്രാനൈറ്റ് ഇട്ടിട്ട് ഇരിക്കാനായിട്ട് നല്ല രസമായിരിക്കാനായിട്ട് കേട്ടാ. അതേ ഇങ്ങനെ മോളിൽ ഇരുന്നിട്ട് അടിയിലേക്ക് നോക്കാം. കേട്ടാ നല്ല സ്ഥലമല്ലേ? വെയിലില്ലാത്തൊരു ഗുണം വേനൽക്കാലത്ത്. അല്ല ഇപ്പൊ വന്ന കാരണം കുഴപ്പമില്ല, വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ല. ചൂടില്ല, ഉഷ്ണമില്ല, നല്ല മനോഹരമായ കാലാവസ്ഥയിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ശങ്കരൻ തമ്പി ഇതല്ല കേറാൻ പോണത് അതിന്റെ മുകളിലേക്ക്. കൈയും കാലും മറക്കും. നോക്ക് ഇതേ പറ്റാത്ത പണിക്ക് ഞാൻ എന്തിനാ പോണത്? അത് ശരിയാ. അല്ലാന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരൊറ്റ ഇതിലായിരുന്നു വെച്ചെങ്കിലേ പേടിയാവും. പക്ഷെ ഇതിപ്പോ ഡെയിലി സാധനം വെച്ചാണ് ഇതും ഇങ്ങനെ പിടിച്ചിട്ടേ. നിങ്ങൾക്ക് പേടിയില്ല വെച്ചിട്ട് എനിക്ക് പേടിയില്ലേ? അല്ലാന്ന് ഇത്രക്ക് കയറാം, പിന്നെ എനിക്ക് പറ്റില്ല. അതിന് മോളിൽ നിന്ന് ഡാം കാണാം. കുഞ്ഞിതായിരിക്കുന്ന ടൈമിൽ കയറി പോയിട്ടുണ്ട്, ബോധല്ലേ? അപ്പൊ നമുക്ക് ബോധമില്ല ജഗ്ഗു, അതുകൊണ്ടാണോ നമ്മളിപ്പോ കയറണേ? അല്ലടി, പിന്നെ എനിക്ക് കയറാൻ പറ്റുന്നില്ല. ജഗ്ഗു ആ തെണ്ടുമ്പലത്തും കയറിയിരിക്കരുതാ. ഇതാണ് പീച്ചി ഡാമിൻ്റെ അവിടുത്തെ നക്ഷത്ര ബംഗ്ലാവ്. ഒരു 10-55 ചവിട്ടുപടിൻ്റെ മൊത്തം. എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ കയറുന്നില്ല അതിൻ്റെ മുകളിലേക്ക്. കേട്ടോ എങ്ങനെ ഇറങ്ങാൻ സ്ലോവിൽ ഇറങ്ങിയാൽ മതി. എനിക്ക് പറ്റില്ല. എങ്ങനെയുണ്ട് കയറിപ്പോ മുകളില്? അപ്പൊ ഞാൻ കുട പിടിച്ചിട്ട് ഇവിടെ നിന്നു. നമ്മളിനി ഈ ഡാമിന്റെ താഴത്തേക്കാണ് പോകാൻ പോണത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ശേഖരേട്ടൻ്റെ കടയിലേക്ക് പോകണം. അവിടേക്ക് ആദ്യം പോകുന്നിട്ട് ഡാമിന്റെ അവിടേക്ക് പോയാൽ മതിയാ. നമുക്കിനി നക്ഷത്ര ബംഗ്ലാവിൻ്റെ മുകളിൽ കയറി ഇനി താഴ്ത്തേക്ക്. ഞാനല്ല കയറിയട്ടെ, ഇവര് 2 പേര് കയറിയത് അറിയാലോ. അതങ്ങനെ പേടിക്കാൻ മാത്രമുള്ളതില്ല, പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവണ്ട ചേട്ടന്. നോക്ക് ഇത് അത്രയ്ക്ക് ഇഞ്ഞുള്ളൂ. അത് ചേട്ടൻ കയറിയതല്ലേ ഇറങ്ങിയതുമല്ലേ കൂളായിട്ട്. അതുപോലെ അത് കുത്തനെയാണ്. ചായ ഉണ്ടാ? നിങ്ങൾക്ക് ചായ ഉണ്ട്? ചായ തണുത്ത് വലുത് കഴിക്കണോ ചൂടുള്ള വലുത് കഴിക്കണോ? ഒരു കാപ്പി പിന്നെ ചായ ഞാൻ പറയേ അവർക്ക്. അപ്പം ഒരു ചായ കുടിക്കാണ് ഇവര്. സമൂസ വാങ്ങിച്ചിട്ടുണ്ട്. ചായല്ല കാപ്പില്ലേ? കാപ്പി 3 കാപ്പി വാങ്ങിച്ചു, ഞാൻ കുടിച്ചില്ല. ഇനി നമ്മൾ ചായ അല്ല, ഇനി നമ്മളല്ല കാപ്പി കുടി കഴിഞ്ഞുട്ടാ. ഇവരെ കാപ്പി കുടി കഴിഞ്ഞാൽ എൻ്റെ അല്ല, ഞാൻ വെള്ളം കുടിച്ചു. എന്നിട്ടാ വെള്ളം കുപ്പിയോടച്ചതാ. അതൊരു ചെരിവുള്ളതാണ്ടി. അപ്പോ ചെരിഞ്ഞിരിക്കും, കുഴപ്പമില്ല. ഇനി നമ്മൾ താഴത്തേക്ക് ഇറങ്ങാൻ പോകണം കേട്ടാ, ഡാമിൻ്റെ മനോഹരമായ പൂന്തോട്ടത്തിലേക്ക്. എന്താ ജഗുന് ഊഞ്ഞാലാടണം? ഇതല്ല അത് മതി. ആ ഊഞ്ഞാല നല്ലത്. അതും ചെരിഞ്ഞിട്ടാ. കുട്ടികളുടെ പാർക്ക് കേട്ടത്. ഇപ്പം നമ്മൾ കടന്നു പോയത് കുട്ടികളുടെ പാർക്ക്. ഡാമിന്റെ താഴ്ത്തേക്ക് നോക്കി നല്ല താഴ്ചീൻ്റെ. ഓ ആദ്യമായിട്ട് വരണ പോലെ ഉണ്ട്. ഇതിറങ്ങാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല, കാരണം ഇത് കുറച്ച് ചവിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു തട്ടാണ്, പിന്നെയാണ് വീണ്ടും കുഴി, പിന്നെ തട്ട്, പിന്നെ കുഴി, അങ്ങനെയാണ്. എന്താ പൂക്കൾ പറിക്കരുത് ജഗ്ഗു അയച്ചത് പകൽ. അയ്യോ പൂക്കളെ അത് മാഞ്ഞിട്ടാണ്ടി. ഇറങ്ങ. ആഹാ എന്ത് രസല്ലേ, ഒരുമിച്ച് നടക്കണം. ചേട്ടാ ഈ സ്പീഡിൽ ഓടിപ്പോണേ ഞാൻ എന്തൊരു ചെയ്യാ? നടക്കാൻ വാ. നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടിപ്പടഞ്ഞ് നടക്കരുത്. ഇങ്ങനെ അതിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് സാവധാനം വേണം നടക്കണേ. അത് ഇടുക്ക കുടിക്കാൻ മരിക്കാന്ന് വെച്ചിട്ട് വീട്ടിൽ കാണിക്കണ വെകിളിത്തരം തന്നെ പുറത്തേക്ക് പോയാല്. മറ്റേ പാല തരുതേ, യക്ഷിപ്പാല. അതെ ഈ പാലര പൂ തിന്നാൻ പാലേട്ടാ. ഈ പാലര പൂവിന് ആരാ തിന്നണേ? ചേട്ടൻ തന്നെയാണ് കണ്ട പൂവൊക്കെ പൊട്ടിച്ച് മണപ്പിക്കണം തിന്നണതൊക്കെ. ഞങ്ങളും ചെയ്യാറില്ലേ. ഓ മൈ ഗോഡ്, പാലപ്പൂവ്. ഫാമിലികൾക്കൊക്കെ വരാനുള്ള സ്ഥലമാട്ടോ, പറ്റിയ സ്ഥലമാണ്, നല്ല രസമാട്ടാ. കഴിഞ്ഞു.
ആ അടിപൊളി. കേമായി വാ നമുക്കിനി താഴ്ത്തീപ് പോവാം. താഴ്ത്തീപ് വേണം മറ്റേ കയറുമ്പ് കയറിക്കുകയാണെങ്കിൽ തിരിച്ചവിടെ വരെയും കൂടി പോകണം, അപ്പോഴത് അവസാനിക്കുള്ളൂ. കൈ വേനെടുക്കണ്ടേ വേണ്ട. നമ്മൾ കുട്ടികളെ പാർക്കിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കേട്ടോ. അല്ല ഇത് നടവഴി, ഇത് പണ്ട് നടവഴി ആയിരുന്നു കേട്ടോ. ഈ മറ്റേ കരിങ്കല്ല് പതിച്ചിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ അടച്ച് ഇതിലെ നടവഴി ഇല്ല ഇപ്പോൾ, അടച്ചിട്ടൊന്നുമില്ല. അത് കാട്ടിക്കല വഴിയാണ്. ഇതിൽ പോകാൻ പോയിട്ട് അല്ല അപ്പോൾ പന്നി അതൊക്കെ മറ്റേ അടികൂടെ ചാടിയിട്ട് വേണം ഇങ്ങനെ. കാടാണത്. അപ്പോൾ നമുക്ക് താഴ്ത്തി പോവാം. നല്ല രസമുണ്ട് അങ്ങോട്ട് പോവാൻ തോന്നിട്ട്, എന്നെ മാടി മാടി വിളിക്കുന്ന പോലെ തോന്നി എനിക്ക് കാട്. ഭയങ്കര മനോഹരമാണ് അങ്ങോട്ടുള്ള വഴി. എനിക്ക് അങ്ങോട്ട് പോവാൻ തോന്നിയിട്ട് പാടില്ല. ഇതാ കുറച്ച് വഴി ഒന്ന് പോയി നോക്കാം. തവണ വരെ ഒന്ന് പോയി നോക്കാം. അവനെ ക്യാമറയും കൊണ്ട് ആദ്യം പോണം, അപ്പൊ എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ തന്നെ സ്വീകരിക്കും, എന്നിട്ട് നമ്മളെ രക്ഷിക്കും. ഇത്ര വരെ മതി. അയ്യേ ഇത് മതി. നടക്ക് താഴ്ത്തി പോയി. കാണാൻ